ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു ഉണ്ണിയപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പാണ്. അതിനായിട്ട് ഞാനിവിടെ ചക്കപ്പഴവും ശർക്കരയും കൂടി വരട്ടി വെച്ചേക്കുന്നതാണിത്. ഇതിൻ്റെ അകത്ത് ഏലക്കാപ്പൊടിയും ചുക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് പ്രത്യേകമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഓരോരോ വീഡിയോ ഇടുമ്പോൾ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ണിയപ്പം എന്നുള്ള റെസിപ്പി ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്താണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കത് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 1/4 കിലോ പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന പച്ചരിയാണിത്. ഇത് വെച്ചാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ഈ പച്ചരിയും അതുപോലെ തന്നെ വരട്ടി വെച്ചേക്കുന്ന ചക്കപ്പഴവും, ഇത് തേൻ വരിക്കയുടെ ചക്കപ്പഴമാണ്. അപ്പം നമ്മളിത് രണ്ടും കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് മുമ്പ് ചക്കപ്പഴവും അരിയും കൂടി നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ തേങ്ങാക്കൊത്താണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കാം. ഈ നെയ്യിലിട്ട് ഇതൊരു ചുവന്ന കളറാകണ വരെ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ നെയ്യിലിട്ട്. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് ചുവന്ന ആ ഒരു കളറിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഈ നെയ്യിലേക്ക്, ഈ ചൂടായി വെച്ചേക്കുന്ന നെയ്യിലേക്ക് നമുക്കിനി കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും എള്ളും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. മുന്തിരിയും അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഈ എള്ള് നമുക്കിത് മാറ്റി വെച്ചേക്കുന്ന എള്ളും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, നെയ്യുടെ കൂടെ ആ എള്ള് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് മൂപ്പിച്ച് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും മുന്തിരിയും കശുവണ്ടിയും പരിപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഞാനിവിടെ കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാണിത്. നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ണിയപ്പ ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട്. ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്കിനി ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്ന് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേറെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ കുത്തി എടുത്തിട്ട് നമുക്ക് ഇത് പുറത്തേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത് ഇതുപോലെ തന്നെ ഈ എണ്ണയിലേക്ക് തിരിച്ചിങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇതിൽ കിടന്ന് ഇതായിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ കുത്തിയെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അതും കൂടി
ഇതുപോലെ ആക്കി എടുക്കുകയാണ്. മൂത്ത ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡിയായിരിക്കുകയാണ്. സാധാരണ ഇത് എല്ലാവരും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പാളയംകൂടം പഴം ചേർത്താണ് സാധാരണ മിക്ക ആൾക്കാരും ഉണ്ടാക്കാറുള്ളത്. ഇത് ഞാൻ ഇതിൻ്റെ അത് ചേർത്തേക്കണ ചക്കയെന്ന് പറഞ്ഞാൽ തേൻവരിക്കയുടെ ചക്കപ്പഴമാണ് ചേർത്തേക്കണേ. അപ്പോൾ അതനുസരിച്ച് ഇതിന് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കണത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഇതായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ, ഇതൊന്ന് കീറി കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്